ഹായ് ഓൾ, വെൽക്കം ടു CC Plus. ഞാൻ അനന്ത്. ഇപ്പം നമ്മൾ മാത്സിൻ്റെ ഒക്കെ കുറേ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കണ്ടല്ലേ. അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ എന്താ മെൻ്റൽ എബിലിറ്റിയുടേത് വരാത്തതെന്ന് അല്ലേ. അപ്പം മെൻ്റൽ എബിലിറ്റിയുടെ സിലബസും ഓരോ എക്സാമ്പിൾസും വെച്ചിട്ടുള്ള ആദ്യത്തെ വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് 10 ചാപ്റ്റർ എന്നുള്ളത് വെള്ളം പോലെ പഠിച്ചു വെച്ചേക്കണം കേട്ടല്ലോ. അത്യാവശ്യമുള്ള കാര്യമാണ് ആ 10 ചാപ്റ്ററും നല്ല പോലെ പഠിക്കുക എന്നുള്ളത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്, അതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റിൽ നമുക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 40 ആണ്, മാർക്ക് 50. 40 ക്വസ്റ്റ്യനും 50 മാർക്ക്. നമുക്ക് എത്രയാണ് ടൈം വരുന്നത്? എത്ര സമയം ടൈം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയുമോ? നമുക്ക് ടൈം വരുന്നത് 1 hour ആണ്. 1 hour സമയം നമുക്ക് തരും. പക്ഷെ നമുക്ക് ശരിക്കും ഈ മെൻ്റൽ എബിലിറ്റി ചെയ്യാൻ എത്ര സമയം മതി? 30 minutes മതി കേട്ടോ. 30 minutes കൊണ്ട് നമുക്ക് മെൻ്റൽ എബിലിറ്റി ചെയ്ത് തീരാൻ കഴിയണം. ഈ 1 മണിക്കൂർ എന്നയാളെ 30 മിനിറ്റിലേക്ക് എത്തിക്കുന്ന എന്നതാണ് നമ്മുടെ വിജയം. അതാണ് നമ്മുടെ വിജയം. അങ്ങനെ സമയം നമ്മൾ കണ്ടെത്തിയാൽ ഇവിടെയുള്ള ഈ ഒരു എക്സ്ട്രാ 30 മിനിറ്റ് നമുക്ക് മാത്സിൽ കൊടുക്കാൻ പറ്റും. അപ്പം മാത്സിന് നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ. 1 മണിക്കൂർ കൊണ്ട് നമുക്ക് മാത്സ് ചെയ്ത് ഫുൾ ക്വസ്റ്റ്യൻസ് ശരിയാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ അത് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് വേണം മെൻ്റൽ എബിലിറ്റി പ്രാക്ടീസ് ചെയ്യാൻ. പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്ക് മെൻ്റൽ എബിലിറ്റിയിൽ നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മെൻ്റൽ എബിലിറ്റിയുടെ ആദ്യത്തെ ചാപ്റ്റർ 1 എന്ന് പറയുന്നത് ഓഡ് മാൻ ഔട്ട്. എന്താണ് ഓഡ് മാൻ ഔട്ട്? ഓഡ് മാൻ ഔട്ട്. ചാപ്റ്റർ പേരിലല്ല പരീക്ഷയ്ക്ക് തരിക. നിങ്ങൾക്ക് എങ്ങനെയാ മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഹെഡിങ് തരും. there are given 4 ഓപ്ഷൻസ്, അല്ലെങ്കിൽ ഇതിൻ്റെ ആൻസേഴ്സ് ഏതാണ്, അതിൽ ഏതാണ് 4 ഓപ്ഷൻസ് നമുക്ക് ഓൾറെഡി ഉണ്ട്. അതിൽ 3 സിമിലർ ആയിരിക്കും, 1 ഡിസിമിലർ ആയിരിക്കും. 3 ഒരേപോലെയുള്ളതുണ്ട്, 1 വ്യത്യസ്തനാണ്. ആ വ്യത്യസ്തനെ കണ്ടുപിടിക്കുക, ഡിസിമിലർ ആയിട്ടുള്ള ആളെ കണ്ടുപിടിക്കുക. അങ്ങനെ സെൻറ്റൻസ് ടൈപ്പിലാണ് നമുക്ക് വരിക. അപ്പോൾ ഇങ്ങനൊരു 4 ഫിഗറുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമുക്ക് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം അത് ഓഡ് മാൻ ഔട്ടിലാണെന്ന് കേട്ടോ. ഇങ്ങനത്തെ 3 തന്നാൽ അത് ഓഡ് മാൻ ഔട്ടിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓഡ് മാൻ ഔട്ട് നമുക്ക് എല്ലാവർക്കും, നമ്മളെല്ലാവരും ഓഡ് മാൻ ഔട്ട് കളിക്കാറുള്ളതാണ്. നമ്മുടെ ബുക്കിലൊക്കെ ഉണ്ട്, പസിൽസ് ഒക്കെ ആയിട്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഒറ്റയാനെ കണ്ടെത്തുക എന്ന് നമ്മൾ പറയും. മലയാളത്തിൽ പറയുമ്പോൾ ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറയും. എങ്ങനെ ഇവരെ കണ്ടെത്തും? AEUI ആണുള്ളത്. AUEI ഉണ്ട്. നമുക്ക് നോക്കിക്കേ, എയിൽ എല്ലാം എ ഒക്കെ എന്താ സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചിട്ടാണ്. യുവിൽ ചെരിവുണ്ട്, ഇ ഉണ്ട്, ഐ ഉണ്ട് അല്ലേ. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ എന്താ നമ്മൾ ചിന്തിക്കും? AEIOU അല്ലേ, ഇവരെ ചിന്തിക്കും അല്ലേ. AEIOU അങ്ങനെ വരുവാണെങ്കിൽ ഏത് വരണമായിരുന്നു? AEIO വരണമായിരുന്നു അല്ലേ. എന്നിട്ട് അതിലില്ലാത്ത ഒരാളെ, ഇതെല്ലാം ഇപ്പം എവിടെയുണ്ട്? A ഉണ്ട്, E ഉണ്ട്, U ഉണ്ട്, I ഉണ്ട്. ഇതെല്ലാം എവിടെയുണ്ട്? ഇതിലുണ്ട്. സോ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്തോർക്കണം? ഇവിടെ സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചിട്ട് പറ്റുമോ നോക്കിക്കേ. A എന്ന് പറയുന്നത് എത്ര സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചിട്ട് ഫോം ചെയ്യുന്നതാണ്? അല്ലെങ്കിൽ A ഫോം ചെയ്തിരിക്കുന്ന മൊത്തം എന്ത് വെച്ചിട്ടാ? സ്ട്രെയിറ്റ് ലൈൻ. നല്ല സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചിട്ടാണല്ലേ. ഇവിടെ നിങ്ങൾക്ക് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഒന്നും ഇല്ലാത്ത പിള്ളേരെ എല്ലാം നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും പഠിക്കാൻ പറ്റും. സ്ട്രെയിറ്റ് ലൈൻ ഇംഗ്ലീഷിൽ തന്നെ പഠിച്ചാൽ മതി, അത് നിങ്ങൾ എളുപ്പം. സ്ട്രെയിറ്റ് ലൈനിലാണ് വരുന്നത്, ഒറ്റ വരകളാണ് അല്ലേ. ദേ ഇവിടെ ഒരെണ്ണം, ഒന്നും കൂടെ നോക്കിയേ. എയുടെ ദേ ഇവിടുത്തെ ഒരെണ്ണം, ഇവിടുത്തെ ഒരെണ്ണം, ഇവിടുത്തെ ഒരെണ്ണം, അങ്ങനെ 3 ലൈൻ വന്നു. ഇനി അടുത്തത് നോക്കിക്കേ. അപ്പോൾ യു വരുവാണെങ്കിലോ കണ്ടോ, അത് കേർവ്ഡ് ലൈൻ എന്നാണ് നമ്മൾ പറയാം അല്ലേ. ഇപ്പം ഈ യു ഇരിക്കുന്ന സ്ട്രെയിറ്റ് അല്ല, അതിന് നമ്മൾ എന്തെന്നാ പറയുന്നത്? കേർവ്ഡ്. വളഞ്ഞിരിക്കുന്നത് അല്ലേ, വളവൊക്കെയുള്ള കേർവ്ഡ് ലൈൻ എന്ന് നമ്മൾ പറയും. യു കേർവ്ഡ് ലൈനായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഈ ഇ എന്ന് പറയുന്നതോ, ഈ എന്ത് വെച്ചിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്? ഈ എല്ലാം ഫോം ചെയ്തിരിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി ലാസ്റ്റത്തെ ഐ എന്ന് പറയുന്നത് എന്താ? ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈൻ ആണല്ലേ. സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഈ സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചിട്ടാണ്, ഐയും സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട്. അപ്പോൾ ഏതാണ് സ്ട്രെയിറ്റ് ലൈൻ അല്ലാത്തത്? യു എന്ന് പറയുന്നത് കേർവ്ഡ് ലൈൻ ആണ്. അപ്പോൾ ഇതിൽ 3 ഒരേപോലെ സ്ട്രെയിറ്റ് ലൈൻസും വന്നു,
ഒരെണ്ണം മാത്രം വ്യത്യസ്തനായിട്ട് നിൽക്കുന്നു. സോ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പം നമുക്ക് OMR ഫില്ല് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? ഒന്നാമത്തെ ക്വസ്റ്റ്യന് എന്തുണ്ട്? ഇത് ABCDയിലായിരിക്കും കേട്ടോ തരിക. ABCD ഓപ്ഷൻസ് ABCDയിലായിരിക്കും തരിക, 1 2 3 4 അപ്പം ഇവിടെ എയുടെ അടിയിലൊരു റൗണ്ട്, B റൗണ്ട്, C D. അപ്പം നമ്മുടെ ആൻസർ ഏതാ വരണ്ടേ? ഏതിലാ വരണ്ടേ? B ആണ് നമ്മുടെ ആൻസർ. അപ്പം നമ്മൾ B എന്ത് ചെയ്യണം? ഇതേപോലെ റൗണ്ടിന് പുറത്ത് പോകാതെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണേ. ഇത്രയും ചെയ്താൽ മതി, നമ്മുടെ കാര്യം കഴിഞ്ഞു. ഈ ഫില്ലിംഗ് ഒക്കെ മൊത്തം പുറത്ത് പോകാതെ സ്പീഡിൽ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഈ 30 മിനിറ്റിൽ ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻസർ മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, അത് നമ്മൾ മാർക്ക് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ, എങ്കിലേ നമുക്കിത് തീരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഓഡ് മാൻ ഔട്ട്. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ വരുന്നത് ചാപ്റ്റർ 2. എഴുതി വെച്ചോണം എല്ലാവരും കേട്ടോ. ചാപ്റ്റർ 2 ഫിഗർ മാച്ചിങ്. ഫിഗർ മാച്ചിങ് എന്ന് പറയും. എന്താ? ഒരേപോലെയുള്ള ആളെ ഇതിനകത്ത് നിന്ന് കണ്ടെത്തണം. അപ്പം ഇതിൽ ഒരേപോലെയുള്ള ആളാരാ നോക്കിക്കേ. ഇവിടെ ഒരു തൊപ്പിയൊക്കെ ഉണ്ട്, 2 കണ്ണുണ്ട്, മൂക്കുണ്ട്. അപ്പം നോക്കിക്കേ, സർക്കിളുണ്ട്, കാലൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പം ഇതേപോലെയുള്ള ആള് ഇവിടെ ഇല്ല. അപ്പം ഈ ഓപ്ഷൻ നമുക്ക് പറ്റില്ല. അടിയിലാണ് റൗണ്ട് വരേണ്ടത്. അപ്പം ഈ ഓപ്ഷൻ പറ്റുമോ? ഇതും പറ്റില്ല. അപ്പം ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കില്ലേ? തൊപ്പിയുണ്ട്, കണ്ണുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, എല്ലാം ഉണ്ടല്ലേ. അപ്പം ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഈ ഒരു ലൈൻ മുകളിലോട്ടാണ് പോയിരിക്കുന്നത്, താഴത്തോട്ടല്ല മുകളിലോട്ട്. ഒരു L ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ L ഷേപ്പാണോ? അല്ല, ഇവിടെ താഴേന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് പറ്റത്തില്ല. പക്ഷേ ഇവിടെ നമുക്ക് L ഷേപ്പ് ഉണ്ട്, അത് താഴത്തേക്ക് ഇത് ഇങ്ങനെ വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഏതാ നമ്മുടെ ആൻസർ? ഓപ്ഷൻ 3 നമുക്ക് ആൻസർ ആയിട്ട് വരും കേട്ടോ. ഓപ്ഷൻ 3 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് കേട്ടോ ചാപ്റ്റർ 2 ഫിഗർ മാച്ചിങ്. അടുത്തത് നമുക്ക് വരുന്നത് ചാപ്റ്റർ 3 ആണ്. 8 കൊടുത്തു. അടുത്തത് എന്താണ്? ഇവിടെ നോക്കി, 2 കഴിഞ്ഞിട്ട് 2 ആൾക്കാരെ വിട്ടു, 3ഉം 4ഉം ഉണ്ട്. ഇതിനടുക്ക് 3ഉം 4ഉം ഉണ്ട്. 5 കഴിഞ്ഞ് 2 ആൾക്കാരെ വിടുമ്പോൾ 6 7, 8 കഴിഞ്ഞ് 2 ആൾക്കാർ 9 10 കഴിഞ്ഞ് 11. അപ്പോൾ ഇതേപോലെ സീരീസ് ആയിട്ട് പോകുന്നത് പടം വെച്ചിട്ട് തന്നിരിക്കുന്നതാണ് ചാപ്റ്റർ 4 ഫിഗർ സീരീസ് കംപ്ലീഷൻ. അപ്പോൾ ഇതിൽ നോക്കിക്കേ, ഒരു സർക്കിളുണ്ട്, ഉള്ളിലൊരു സർക്കിളുണ്ട്. അപ്പം എല്ലാത്തിലും എന്തുണ്ട്? സർക്കിളും അതിനുള്ളിലൊരു സർക്കിളും. സർക്കിള് ഉള്ളിലൊരു സർക്കിൾ. അത് ഈ 3rd ഓപ്ഷനിൽ മാത്രമേ നിലവിലുള്ളൂ. അപ്പം നോക്കിക്കേ, ഇത്ര എളുപ്പത്തിലും തരും, ഇച്ചിരി ഹാർഡായിട്ടും തരും കേട്ടോ. ഇത് 2 എണ്ണം ഉണ്ട്. ഇനി ഇതിനുള്ളിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ഇവിടെ വന്നപ്പോൾ അത് 2 സ്ട്രെയിറ്റ് ലൈനായി, ഇവിടെ വന്നപ്പോൾ അത് 3 ആയി. അപ്പോൾ ഇവിടെ എന്താ സീരീസിൽ പോകുന്നത്? ഇതിൻ്റെ കൂടെ 1 ഇൻക്രീസ് ചെയ്തു, +1 ചെയ്തു, 2 കിട്ടി. അതിൻ്റെ കൂടെ അടുത്തതിൽ വന്നപ്പോൾ 1 ആഡ് ചെയ്തു പോയി. അടുത്തതും അപ്പം എന്തായിരിക്കും? 4 വരണം, 1 ആഡ് ചെയ്തു പോയി. അപ്പോൾ ഇവിടെ എത്ര ലൈൻസ് വരണം? 1 2 3 4 ലൈൻസ് വരണം. ഇവിടെ 4 ലൈൻസ് വന്നിട്ടില്ലേ? സോ ഓപ്ഷൻ 3 തന്നെയായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവാം. 1 2 3 4. ഇനി അടുത്തത് ഒരെണ്ണം കൂടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇതിൻ്റെ കൂടെ ഒന്നും കൂടെയും കൂട്ടി അവരെന്ത് ചെയ്യും? 5 ലൈൻസ് അതിനുള്ളിലിടും. അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എപ്പോഴും 3 തന്നിട്ട് 4ാമത്തെ പടമായിരിക്കും ചോദിക്കുക കേട്ടോ. ഇൻക്ലൂഡ് നമ്മുടെ സൈനിക് സ്കൂൾ എക്സാമിന് വരെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. സൈനിക് സ്കൂളിൽ വരുമ്പോൾ 4 എണ്ണം തന്നിട്ട് 5ാമത്തേതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിൽ നടുക്കത്തെ ഒരെണ്ണം മിസ്സാക്കിയിട്ട് ബാക്കിയുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെയാണ് വരിക. അപ്പോൾ അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നല്ല പോലെ ഇവരെയൊക്കെ ഒന്ന് കണ്ടുവെച്ച്, നിങ്ങളുടെ സീനിയേഴ്സൊക്കെ ആയിട്ട് വരും ഇവർ. നിങ്ങൾ ഓരോ ജില്ല, ഇപ്പോൾ എറണാകുളം ജില്ലയിലെ കുട്ടികൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇവരൊക്കെ നിങ്ങൾ കണ്ടുപരിചയം ഉണ്ടാവും. ഇനി നിങ്ങൾ ചെല്ലുമ്പോൾ അവരായിരിക്കും നിങ്ങളവിടെ സ്വീകരിക്കുന്നത്. അവിടെ എന്താ നിങ്ങളെ പേടിക്കണ്ട എന്ന് പറഞ്ഞ് നിങ്ങളെ റൂമെല്ലാം കാണിച്ചു തരുന്ന എല്ലാം, അവിടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആരാ? ഇവിടുത്തെ ഇനി ചെല്ലുന്ന കുട്ടികൾ തന്നെയാണ്. അവിടുത്തെ ക്യാപ്റ്റൻസ് ആയിട്ട് അവരെ സെലക്ട് ചെയ്തിട്ട് അവർ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതും എല്ലാം. നിങ്ങളവിടെ അഡ്മിഷൻ എടുത്താൽ മതി. ബാക്കി നിങ്ങളുടെ A to Z പുരോഗതിയും എങ്ങനെ നിങ്ങളൊരു നല്ല പൗരന്മാരാക്കി എടുക്കാം, അല്ലെങ്കിൽ നല്ല മിടുക്കന്മാരും ആക്കി എടുക്കാം എന്നുള്ളത് ആര് സെറ്റ് ചെയ്ത് തരും? നവോദയ സെറ്റ് ചെയ്ത് തരും. അങ്ങനെ സെറ്റ് ചെയ്ത് ഇപ്പോൾ ക്ലാസ്സിലേക്ക് കയറാൻ പോകുന്ന
ജൂൺ 2 അവരുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ജൂൺ 2 അഡ്മിഷൻ എടുത്തവർ കയറാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഇവരെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളുക, നിങ്ങൾക്ക് അവിടെ കാണും. അതേപോലെ അടുത്ത പ്രാവശ്യം ഇവിടെ നിങ്ങളുടെ ഫോട്ടോ വരണം എന്നുള്ളൊരു എയിം ഇപ്പോഴേ നിങ്ങൾ ഇട്ടോണം. അടുത്ത പ്രാവശ്യം എനിക്ക് ഇവിടെ വരണം, അതാണ് എൻ്റെ എയിം. അടുത്ത എൻ്റെ എയിം എനിക്കിനി നേടാനുള്ള ഏറ്റവും ഒരു വലിയൊരു കടമ്പ. കാരണം ഒരു ജില്ലയിൽ നമുക്ക് 80 സീറ്റേ ഉള്ളൂ. ഈ 80 സീറ്റിന് വേണ്ടിയാണ് നമ്മൾ മത്സരിക്കുന്നത്. അപ്പം ഈ 80-ൽ ഒരാളാവണം. എറണാകുളം ജില്ലയിലെ ഫസ്റ്റ് ഞാൻ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ അതിനനുസരിച്ച് എനിക്ക് റാങ്ക്സ് കിട്ടണം, നല്ലപോലെ പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴേ വേണം. എന്നിട്ട് നല്ലതുപോലെ ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ പിള്ളേരെ. ഈ കാണുന്ന പിള്ളേരല്ല, ഇനിയുണ്ട് 170+ റിസൾട്ടായി ഈ പ്രാവശ്യം CC+ന് കിട്ടിയത്. അപ്പോൾ എല്ലാ ജില്ലകളിലും നമ്മുടെ കുട്ടികളുണ്ട്. ഇതേപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് കിട്ടത്തുള്ളൂ കേട്ടോ. ഇവരൊക്കെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ടീച്ചേഴ്സ് പറയുന്നതെല്ലാം കേട്ടു, മെൻറ്റേഴ്സ് പറയുന്ന കേൾക്കുക, ഇതെല്ലാം ചെയ്യണത് വെച്ച് അവർ പഠിച്ചെടുത്തതാണ്. സോ എല്ലാവരും ഇവർ പഠിച്ചതുപോലെ നല്ല ഹാർഡ് വർക്കിൽ ഇപ്പം തന്നെ പോവുക. പ്രാക്ടീസാണ് ഇവർ ഏറ്റവും കൂടുതൽ ചെയ്തത് കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻസും അവർ ഡെയിലി ഇത്ര ക്വസ്റ്റ്യൻസ് വെച്ച് അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ CC+ലേക്ക് അങ്ങ് പോരെ, നമ്മൾ ജയിപ്പിച്ച് തരും കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കിക്കേ. അടുത്തത് നമ്മുടെ ചാപ്റ്റർ 5 ആണ്. ചാപ്റ്റർ 5ന്റെ പേരാണ് അനലോഗി. ഈ അനലോഗി എന്ന് പറയുന്നത് റിലേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. റിലേഷൻ. അപ്പൊ ഈ A ഫിഗറും B ഫിഗറും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അവരുടെ ആ റിലേഷൻ ഉണ്ടല്ലോ, ഇവർ തമ്മിലുള്ള ബന്ധം പറയുന്ന ആ ഒരു റിലേഷൻ വേണം ഈ C ഫിഗറിൽ ഇട്ടിട്ട് വേണം നമ്മൾ D ഫിഗർ കണ്ടെത്താൻ കേട്ടോ. ഇവിടെ Aയും Bയും തമ്മിലൊരു റിലേഷൻ ഉണ്ടാവും. ആ റിലേഷൻ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് ആ റിലേഷൻ എടുത്ത് എന്ത് ചെയ്യണം, സിയിൽ കൊണ്ടുപോയിടണം. സി കൊണ്ടുപോയിടുമ്പോൾ നമുക്ക് D കിട്ടും. സിയിലിട്ട് ആ റിലേഷൻ സിയിലിട്ട് നമുക്ക് D കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. നോക്കിയേ, ഇവിടെ ഒരു സ്ക്വയർ, അതിനുള്ളിൽ ഒരു സർക്കിളാണ് തന്നിരിക്കുന്നത്. വലിയ സ്ക്വയർ എല്ലാ പടത്തിനും തരും കേട്ടോ, വലിയ സ്ക്വയർ അവിടെ. ഇനി ഒരു ചെറിയ സ്ക്വയർ ഉണ്ട്, അതിനുള്ളിൽ ഒരു സർക്കിൾ ഉണ്ട്. അപ്പം അടുത്തത് എന്താ അതിൻ്റെ ഒരു ഇത് നോക്കുമ്പോൾ ഒന്ന് നോക്കിക്കേ എല്ലാവരും. നമുക്കൊരു സ്ക്വയർ തന്നു, അതിനുള്ളിൽ ഒരു സർക്കിളുണ്ട്. അടുത്ത പടത്തിലേക്ക് വന്നപ്പോൾ അതെന്തായി, 4 കോർണേഴ്സിലേക്കും വന്നു. കണ്ടോ, 4 കോർണേഴ്സും അതിനകത്തേക്ക് വന്ന് അറ്റാച്ച് ചെയ്തു. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് എന്താ തന്നിട്ടുള്ളത്, ഇവിടുത്തെ എന്താ 4 സൈഡിൽ നിന്നും ലൈൻസ് വന്ന് അറ്റാച്ച് ചെയ്തു, കോർണറിൽ നിന്ന് സർക്കിളിലേക്ക് വന്ന് മുട്ടി. ഇവിടെയും എന്തുണ്ട്, നമുക്ക് ഒരു സ്ക്വയർ ഉണ്ട്, അതിനുള്ളിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിനുള്ളിൽ ഒരു സർക്കിൾ ഉണ്ട് അല്ലേ. അപ്പം ഇനി അടുത്തത് വരേണ്ടത് എന്താ, വലിയ സ്ക്വയർ ഞാൻ വരച്ചു. നമുക്ക് തന്നിരിക്കുന്ന പടം എന്താ, ട്രയാങ്കിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിനുള്ളിൽ ഒരു സർക്കിൾ ഉണ്ട്. അപ്പം എന്താ ചെയ്യേണ്ടത്, ഇനി ഈ കോർണറിൽ നിന്നെല്ലാം വന്ന് ഇതിനകത്തേക്ക് മുട്ടണം. കണ്ടോ, ഇങ്ങനെ മുട്ടണം. അപ്പം ഇങ്ങനെ മുട്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ ഏതാണോ അതാണ് നമ്മുടെ ആൻസർ. നോക്കിക്കേ, 2 4 നടുക്കോട്ട് കയറിപ്പോയി. സോ നമുക്ക് പറ്റത്തില്ല. 4 കട്ട് ചെയ്തു, 3 പറ്റില്ല, 2 പറ്റില്ല. സോ ആൻസർ വിൽ ബി 1 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അപ്പോൾ 1 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടി. അതാണ് ചാപ്റ്റർ 5. ഇനി ചാപ്റ്റർ 6. ചാപ്റ്റർ 6 ജിയോമെട്രിക്കൽ കംപ്ലീഷൻ ആണ് കേട്ടോ. ജിയോമെട്രിക്കൽ ഫിഗർ കംപ്ലീഷൻ. ജിയോമെട്രിക്കൽ ഫിഗർ കംപ്ലീഷൻ അതെന്താ, നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. മിക്കവാറും ഇതൊരു സ്ക്വയർ, സർക്കിള്, ട്രയാങ്കിൾ, 3 കാര്യങ്ങളിലേ വരത്തുള്ളൂ. അപ്പം ഇവരെ നമ്മൾ എന്താ ആക്കേണ്ടത്, ഇവരെ നമുക്കൊരു സ്ക്വയർ ആണ് ആക്കേണ്ടത്. സ്ക്വയർ ഷേപ്പിലല്ലേ വരിക. അപ്പോൾ എന്തൊക്കെ മിസ്സിങ് ആയിട്ടുണ്ടെന്ന് നോക്കിയേ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ മിസ്സിങ്, ഇവിടെ മിസ്സിങ്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെ ദേ ഇങ്ങനെ. അപ്പം ഈ വരച്ചിരിക്കുന്ന ഈ ഒരു ഷേപ്പ് ഇതിലേത് എന്നതാണ് നമ്മളോടുള്ള ചോദ്യം. നോക്കിക്കേ, ഏതാ ഷേപ്പ്. 4 വരില്ല, 3 വരത്തില്ല, 2 വരില്ല. ഓപ്ഷൻ 1 ആണ് ആൻസർ കേട്ടോ. ഈ പോർഷൻ എടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ അത് കറക്റ്റായി. ശരിക്കും നമ്മുടെ പസിൽ നമ്മൾ ഇപ്പോഴൊക്കെ നമുക്ക് ചില ബുക്സിൻ്റെ ഒക്കെ കൂടെ കിട്ടുന്നേ ഇങ്ങനെയൊക്കെ കളിക്കുന്ന പസിലുകൾ ഉണ്ടാവുമല്ലോ.
ഇങ്ങനെയൊക്കെ നമ്മൾ എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കത്തില്ലേ, അതേപോലെ ഇവിടെ നിന്ന് ഒരു സാധനത്തിന് എടുത്ത് മാറ്റി കളഞ്ഞു. ആ 4 ഓപ്ഷനിലുണ്ട്. അതിനെ എടുത്തത് ഇങ്ങോട്ട് എടുത്ത് വെച്ചാൽ എന്താവും, അതൊരു കറക്റ്റ് ഷേപ്പിൽ കിട്ടും. അതാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ശരിക്കും ജിയോമെട്രിക്കൽ ഫിഗർ കംപ്ലീഷൻ. അടുത്തത് ചാപ്റ്റർ 7. ചാപ്റ്റർ 7 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ചാപ്റ്റർ 7. ചാപ്റ്റർ 7 അത്രമേ ഇമ്പോർട്ടൻ്റ് ആണ്. ചാപ്റ്റർ 7ന്റെ പേരാണ് മിറർ ഇമേജ്. മിറർ ഇമേജ്. ഓക്കെ, അപ്പോൾ ഈ മിറർ ഇമേജിന് ഒരു റൂളുണ്ട്. മിറർ ഇമേജിന് ഒരു റൂളുണ്ട്. എന്തൊക്കെയാണ് റൂള്? ലെഫ്റ്റിലുള്ള ആൾക്കാരൊക്കെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാറും അല്ലേ. ലെഫ്റ്റിലുള്ള ആൾക്കാരെല്ലാം റൈറ്റിലേക്കും, റൈറ്റിലുള്ള ആൾക്കാർ എങ്ങോട്ട് മാറും, ലെഫ്റ്റിലേക്കും മാറും. മിറർ ഇമേജ്. അപ്പം നോക്കിക്കേ, ഇവിടെ അത് വെച്ചിട്ട് നോക്കിക്കേ, ഇവിടെ റൗണ്ട്, ഇത് ലെഫ്റ്റും ഇത് റൈറ്റും ആണ്. ഇത് ലെഫ്റ്റും ഇത് റൈറ്റും ആണ്. പിന്നെ നമ്മൾ നേരെ തിരിക്കാൻ പോവാം. അപ്പം എന്താവും, ഈ സർക്കിൾ ഇപ്പുറം വരണം, ഈ സർക്കിൾ ഇപ്പുറം വരണം. അപ്പം എങ്ങനെ വരും? ഒരു എക്സാമ്പിൾ കാണിക്കുവാണെങ്കിൽ ഇതൊരു ആരോയാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇതൊരു എക്സാമ്പിൾ, ഇതൊരു ആരോയാണ്. അപ്പം ഇതിൻ്റെ മിറർ ഇമേജ് ചോദിച്ചാൽ ഇയാൾ എവിടെ വരണം, ഇപ്പുറം വരണം. ഈ ലൈൻ അപ്പുറത്തേക്കും പോകണം. കണ്ടോ? ഇനി ഇതിനെ പിടിച്ച് ഇങ്ങോട്ടെടുത്ത് മടക്കി ഇതിനോട് ചേർത്ത് വെച്ചാൽ കറക്റ്റ് ഇതേപോലെ കിട്ടും. അതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഒരു ലൈൻ തന്നു, ഇവിടെ ഒരു റെക്റ്റാങ്കിളും കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും, റെക്റ്റാങ്കിൾ ഇവിടെ വരും, ലൈൻ നേരെ പോകും. ഓക്കെ, ഇനി ഒരു ലൈൻ മേളിലേക്ക് കൊടുത്തിട്ടുണ്ട്, ഇതിവിടെ മേളിലേക്ക്, അപ്പോൾ ഇതെന്താവും, ഇതിവിടെ മേളിലേക്ക് വരും അല്ലേ. ഇനി ഒരെണ്ണം താഴത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ അതെന്നോട് വരും, താഴത്തോട്ട് വരും. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ നമുക്കിവിടെ എവിടെയാണ് ഉള്ളതെന്ന് ചെക്ക് ചെയ്യുക. എവിടെയാണുള്ളത്? ഓപ്ഷൻ 4 ഓപ്ഷൻ 4 അതേപടി ഇങ്ങോട്ടൊന്ന് മറച്ചു വെക്കണ പോലെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, കറക്റ്റ് നമുക്ക് എന്ത് കിട്ടും, ഈ ഒരൊറ്റ ഫിഗർ കിട്ടും. അപ്പോൾ ഇതാണ് മിറർ ഇമേജിൽ പറയുന്നത് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ പറയാത്തത്. അടുത്തടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടെ ഡീപ്പറായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്റർ ആണ് പേപ്പർ ഫോൾഡിങ്. 8th ചാപ്റ്റർ ആണ് കേട്ടോ, പേപ്പർ ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ്. ഫോൾഡ് ചെയ്യും, എന്നിട്ട് അൺഫോൾഡിങ്ങും കൂടി ഉണ്ട്. ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ്, പേപ്പർ ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ്. ഓക്കെ, ഇവിടെ നമുക്കൊരു സ്ക്വയർ പേപ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സർക്കിൾ ആയിട്ട് കട്ട് ചെയ്ത പേപ്പർ ഉണ്ടാവും. ഈ സ്ക്വയർ പേപ്പറിനെ നമ്മളിത് എന്താ, ഈ ആരോ കൊടുത്തിരിക്കുന്ന ഡയറക്ഷനിലേക്ക് മടക്കുവാണ്. ഈ ഡോട്ടഡ് ലൈൻസ് ഉദ്ദേശിക്കുന്നത് അവിടെ വെച്ച് മടക്കി ഇപ്പോൾ എന്തെന്ന് കിട്ടി, നമുക്കിത് ഇങ്ങനൊരു ട്രയാങ്കിൾ കിട്ടും. ഇങ്ങനൊരു ട്രയാങ്കിൾ. അപ്പം അത്രയേ ഉള്ളൂ. ഇത് കണ്ടോ, ഇത് അത്രയേ ഉള്ളൂ. ഇനി ആരോ മാർക്ക് പറഞ്ഞിരിക്കുക ഇവിടെ നിന്ന് മുകളിലേക്ക് കൊണ്ടുപോകണം. അപ്പം ഈ ഒരു ഭാഗത്തെ മുകളിലേക്ക് നമുക്ക് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനൊരു ട്രയാങ്കിൾ കിട്ടും. കണ്ടോ, ഇങ്ങനൊരു ട്രയാങ്കിൾ കിട്ടും. എന്നിട്ട് അവരെന്ത് ചെയ്തു, ഇവിടെ ഒരു കട്ട് കൊടുത്തു. 0 അല്ല, അവിടെ നമ്മൾ അവിടെ വെട്ടിക്കളഞ്ഞിരിക്കുന്നതാണ്, ഒരു കട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ ചോദ്യം, ഇവരെ അൺഫോൾഡ് ചെയ്യുമ്പോൾ ഇതിൽ ഏതാണ് വരിക? ഇവരെ വീണ്ടും തുറക്കാൻ പോവാം, മടക്കി തുറക്കാൻ പോകുമ്പോൾ ഏതാണ് വരിക? അപ്പം നോക്കി, ഇതിനെ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഇവിടെയുള്ള റൗണ്ട് നേരെ താഴെ വരില്ലേ? ഇപ്പം എവിടെ വരണം, താഴെയും കൂടെ റൗണ്ട് വരും. ഇനി ഇവരെ നേരെ എടുത്തത് ഇങ്ങനെ മേളിലേക്ക് കൊണ്ടുപോകണ്ടേ, ഇവിടം വരെ എത്തിച്ചു. ഇനി ഇവിടെ നിന്ന് നേരെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോകണ്ടേ, ആദ്യം പോയേ. അപ്പം എന്ത് ചെയ്യണം, ഈ ആദ്യത്തേത് ഇങ്ങനെ പിടിച്ചങ്ങ് തുറക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് വെക്കുമ്പോൾ എന്താവും, ഈ റൗണ്ട് ഇവിടെയും വരും, ഈ റൗണ്ട് എങ്ങോട്ട് വരും, ഇവിടെയും വരും. അപ്പം നമുക്കിത് ഇങ്ങനെ ഒരു ഇമേജ് ആയിരിക്കും കിട്ടുക കേട്ടോ. ഇങ്ങനെ ഒരു ഇമേജ്, അങ്ങനെ ഒരു ഇമേജ് ഇവിടെ ഏതാ ഉള്ളത്, ഓപ്ഷൻ 2 ഇത് കണ്ടോ, നമുക്ക് കട്ട് ചെയ്തിരിക്കുന്നത് നമ്മളിത് ഇങ്ങനെയാണ് കട്ട് ചെയ്ത്. അത് നമുക്ക് കറക്റ്റ് അവിടെ വന്നിട്ടില്ലേ? അപ്പം ഇതാണ് നമ്മുടെ ആൻസർ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏതിൽ വരുന്നത്, പേപ്പർ ഫോൾഡിങ് കേട്ടോ. എല്ലാവരും തെറ്റിക്കുന്ന ഒരു പാർട്ടാണ് പേപ്പർ ഫോൾഡിങ്, തെറ്റിക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. മിറർ ഇമേജ് പഠിച്ചാൽ ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ മിറർ ഇമേജിൻ്റെ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നും പറഞ്ഞു തന്നത് കേട്ടോ. അടുത്തത് ചാപ്റ്റർ 9 വരുന്നത്. ചാപ്റ്റർ 9 എന്ന് പറയുന്നത് സ്പേസ് വിഷ്വലൈസേഷൻ.
സ്പേസ് വിഷ്വലൈസേഷൻ. ഇവിടെ നമുക്ക് കുറേ പടം തരും. ഇങ്ങനെ നമ്മൾ ഈ കുഞ്ഞു നിങ്ങളുടെ അനിയന്മാർക്കൊക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും, ഇങ്ങനെ ഓരോ കട്ടകളൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനത്തെ എച്ച് ഷേപ്പിലൊക്കെയുള്ള ഇങ്ങനെ എച്ച് ഷേപ്പിലൊക്കെയുള്ള ടോയ്സ് ഇല്ലേ. അപ്പം ഈ ടോയ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യും, ഇതിനിങ്ങനെ ഓരോന്ന് ഒരുപാട് എണ്ണം ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ട് നിങ്ങളൊരു ഷേപ്പ് ഉണ്ടാക്കില്ലേ. അപ്പം നിങ്ങൾക്ക് എന്താ, ഇവിടെ ഒരു ഷേപ്പ് തന്നിട്ടുണ്ട്, ഇവിടെ കുറേ ടോയ്സും തന്നിട്ടുണ്ട്. അപ്പം ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളൊരു ചിന്ത, ആ ഒരു രീതിയിലൊക്കെ വരുന്ന ഒരു സ്പേസ് വിഷ്വലൈസേഷൻ, നിങ്ങളുടെ ക്രിയേറ്റീവായിട്ട് നിങ്ങളുടെ മൈൻഡ് എങ്ങനെ പോകുന്നു ഉള്ളതെന്ന് നോക്കുന്നതിന് വേണ്ടി മാത്രമുള്ളൊരു പോർഷനാണ് കേട്ടോ. അപ്പം ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതെവിടെ ഉണ്ടെന്ന് നോക്കാം. സ്ട്രെയിറ്റ് ഈ ഒരു ബോക്സ്, ആദ്യത്തെ ബോക്സ് എവിടെയുണ്ട്, ഇവിടെയുണ്ട്, 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 ഇവിടെയുണ്ട് അല്ലേ, എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ 3 എണ്ണം ഉണ്ടോ നോക്കുക. ഇവിടെ 1 2 2 ഉള്ളൂ, പറ്റുമോ? പറ്റത്തില്ല. ഇവിടെ 1 2 3 എണ്ണം ഉണ്ട്. ഇവിടെ 1 2 എണ്ണേ ഉള്ളൂ, ഇവിടെയും പറ്റത്തില്ല. ഇവിടെ 3 എണ്ണം ഉണ്ട്. ഇനി നമുക്ക് വേണ്ട 2 എണ്ണമായിട്ട്, ഒരെണ്ണത്തെ 2 ആയിട്ട് കട്ട് ചെയ്തതാ. ഇവിടെ അതിനെ ട്രയാങ്കിൾസ് പോലെ ആക്കി, പറ്റില്ല. പക്ഷെ ഇവിടെയുണ്ട്. നോക്കിക്കേ, കറക്റ്റ് ഓപ്ഷൻ ബി ആയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഓപ്ഷൻ ബി ആണ് സ്പേസ് വിഷ്വലൈസേഷനിലെ ആൻസർ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ചാപ്റ്റർ 10. ചാപ്റ്റർ 10 എന്ന് പറയുന്നതാണ് എംബഡഡ് ഫിഗേഴ്സ്. നമ്മളെല്ലാവരും ഒളിച്ചേസാറ്റയൊക്കെ കളിക്കുന്ന ആൾക്കാരാണല്ലേ. എല്ലാവരും പോയി ഒളിച്ചിരിക്കുകയൊക്കെ ചെയ്യില്ലേ, എന്നിട്ട് എണ്ണുമൊക്കെ ചെയ്യില്ലേ. അതേപോലെ സെയിം സാധനം ഈ ക്വസ്റ്റ്യൻ ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട് പിള്ളേരെ, അത് കണ്ടുപിടിക്കുക. വേറെ ഒന്നുമില്ല, ഇവിടെ എവിടെയോ ഇത് ഒളിച്ചിരിക്കുന്നുണ്ട്. ആ ഒളിച്ചിരിക്കുന്നയാളെ കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. ഒന്ന് നോക്കിക്കേ, എവിടെയാണ് ഇയാൾ ഇരിക്കുക? ഇവിടെ ഉണ്ടോ? ഇല്ല, ഇവിടെ ഇല്ല. ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം ഇവിടെ ഉണ്ടോ? ഇവിടെ കണ്ടോ, ഇവിടെ ആളുണ്ട്. സോ നമുക്ക് ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ 2 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക കേട്ടോ. എംബഡഡ് ഫിഗേഴ്സിൽ ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പം നമ്മുടെ CC+ൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വേഗം വന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് മാസങ്ങളൊന്നും കളയാനില്ല, ഏറ്റവും പെട്ടെന്ന് പഠിച്ചെടുക്കുക എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ നമുക്കുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് 9496949929 വിളിക്കുക. അപ്പോൾ എല്ലാവരും അന്വേഷിക്കുക, നമ്മളെ പറ്റി അന്വേഷിച്ചോളൂ. നിങ്ങൾ വീഡിയോസ് സെർച്ച് ചെയ്തോളൂ, നമ്മുടെ റിസൾട്ടുകൾ നോക്കിക്കോ. എല്ലാ പേരൻസും സാധാരണ ചെയ്യുന്ന എന്താ, റിസൾട്ട് നോക്കിയാണ് കുട്ടികളെ ചേർക്കുക. അപ്പോൾ നമ്മുടെ റിസൾട്ട് നമുക്ക് ഈ പ്രാവശ്യം 170+ ആണ്. കുറേ വർഷങ്ങളായി നമ്മൾ കണ്ടിന്യൂസ് എപ്പോഴും കുട്ടികളെ ഇൻക്രീസ് ചെയ്താണ് നമ്മുടെ റിസൾട്ട് പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോസ് കണ്ടാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിക്കോളൂ, അല്ലെങ്കിൽ എടുത്ത് നോക്കിക്കോ. CC+ ട്യൂഷൻ എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ നമ്മുടെ അപ്ഡേഷൻസ് മനസ്സിലാവും നിങ്ങൾക്ക് അതിനകത്ത് കേട്ടോ. എന്നിട്ട് നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടാവും. കുട്ടിക്ക് ഡൗട്ടൊക്കെ ചോദിക്കാൻ ഒരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്ക് ലൈവ് ക്ലാസ്സും അതിൻ്റെ ലൈവിൻ്റെ റെക്കോർഡഡ് വേർഷൻസും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പിൽ ഓൾറെഡി നമുക്ക് എപ്പോഴും പഠിക്കാനായിട്ടുള്ള ക്ലാസ്സുകളും അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വേഗം തന്നെ ജോയിൻ ചെയ്യുക. എൻക്വയറിക്ക് നമ്പറിൽ വിളിക്കുക. അപ്പോൾ എല്ലാവരെയും ഞാൻ അടുത്ത ബാച്ച് ക്ലാസ്സിൽ പ്രതീക്ഷിക്കുകയാണ്. സ്റ്റേ ട്യൂൺ.